ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാൽപ്പാമരാതി തൈലത്തെ പറ്റിയാണ്. ഇതാണ് നാൽപ്പാമരാതി തൈലം. സ്കിൻ കെയറിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു തൈലമാണ് നാൽപ്പാമരാതി തൈലം. 4 മരങ്ങളുടെ പുറംതൊലിയിൽ നിന്ന് എടുക്കുന്നതാണ് നാൽപ്പാമരാതി തൈലം. അത്തി, ഇത്തി, ആല, അരശ്, ഈ 4 മരത്തിൻ്റെ തൊലിയിൽ നിന്നാണ് നാൽപ്പാമരാതി തൈലം ഉണ്ടാക്കുന്നത്. മുഖത്തെ കരിവാളിപ്പ്, ടാനിങ്, പിഗ്മെൻറ്റേഷന്, അതെല്ലാം മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത്. നമ്മുടെ സൂര്യകിരണങ്ങൾ, നമ്മുടെ സൂര്യാഘാതത്തിൽ നിന്ന് നമ്മുടെ മുഖത്തെ, നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്ന ഒരു തൈലമാണ് നാൽപ്പാമരാതി തൈലം. നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിലോട്ട് അടിക്കുന്ന നമുക്കുണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം പരിഹാരമാണ് നാൽപ്പാമരാതി തൈലം പറ്റിക്കഴിഞ്ഞാൽ. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന, നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ, നമ്മുടെ കരിവാളിപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലതാണ് നാൽപ്പാമരാതി തൈലം. അത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കുന്നു. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. നാൽപ്പാമരാതി തൈലം എടുത്തും വെച്ച് നമ്മൾ സ്വല്പം കയ്യിലെടുത്ത് നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഒത്തിരി ഗ്ലോ കിട്ടാനും കളർ കിട്ടാനും അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ നാൽപ്പാമരാതി തൈലം ഒത്തിരി നല്ലതാണ്. പിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഈ തൈലം മുഖത്ത് പുരട്ടി എത്ര നേരം വേണമെങ്കിലും നമുക്ക് വെച്ചിരുന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഒരു 1-2 മണിക്കൂർ വെച്ച ശേഷം ഇത് കഴുകിക്കളയണം. നാൽപ്പാമരാതി തൈലം നമ്മൾ മസാജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ഇച്ചിരി കയ്യിലെടുത്തും വെച്ച് നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് പുരട്ടി നല്ല കുറച്ച് നേരം മസാജ് ചെയ്തും വെച്ച് കഴുകിക്കളയുക. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രബ് നമുക്കറിയാം, പഞ്ചസാര, അരിപ്പൊടി, ഇതെല്ലാം സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. അങ്ങനെ നമുക്ക് കുറേ സാധനങ്ങൾ നമുക്കറിയാം, നമ്മുടെ ആയുർവേദത്തിൽ തന്നെ ഉള്ള സാധനങ്ങൾ. അതിൻ്റെ അകത്തിട്ട് നാൽപ്പാമരാതി തൈലം ഇട്ടിട്ട് നല്ലതായിട്ട് സ്ക്രബ് ചെയ്താൽ നല്ലൊരു സ്ക്രബ്ബറാണിത്. അതുപോലെ തന്നെ നമ്മൾ പാക്കായിട്ട് നമുക്കിടാം. അതിനകത്ത് നാൽപ്പാമരാതി തൈലം സ്വല്പം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തും വെച്ച് മുഖത്തിട്ട് കൊടുത്താൽ നല്ലൊരു പാക്കാണ്. അലോവേറ അകത്തൊക്കെ നാൽപ്പാമരാതിയുടെ തുള്ളി സ്വല്പം ഒഴിച്ച് നമ്മൾ മസാജിങ്ങിനൊക്കെ ഒത്തിരി നല്ലതാണിത്. അത് തന്നെയായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഈ അലോവേറ അകത്തോട്ട് മിക്സ് ചെയ്താൽ അത് ഒന്നുകൂടെ നല്ലതാണ്. അങ്ങനെ മഞ്ചിഷ്ടാദി, കുങ്കുമാദി, ഇത് 3ഉം നമുക്കറിയാം ആയുർവേദത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തൈലങ്ങളാണ്. ഇത് 3ഉം നമുക്ക് ഒരുപോലെയാണ് നമ്മുടെ സ്കിന്നിനെ പ്രയോജനപ്പെടുത്തുന്നത്. അത് കാരണം നമുക്കിത് 3ഉം നമുക്ക് ഓരോ പാക്കിൻ്റെ അകത്തും അലോവേറ അകത്തും ഒക്കെ പുരട്ടി നമുക്ക് സ്ക്രബായിട്ടും പാക്കായിട്ടും മസാജിങ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഇച്ചിരി കുറച്ചോ കൂടുതലോ ഒന്നും പോയാലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഏറ്റവും നല്ലതാണ് നമ്മുടെ മുഖത്തിന്. അതുകൊണ്ട് എല്ലാവരും ഇത് മേടിക്കുക, ഉപയോഗിക്കുക. ഈ 3 നാൽപ്പാമരാതി, കുങ്കുമാദി, ഇത് 3ൻ്റെയും ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ മേടിക്കുക. ഇത് ആയുർവേദത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു തൈലമാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.